എത്തുന്നു, കടന്നു വരികയാണ് കഴക്കൂട്ടത്തേക്ക്. ഒരു പുരുഷായുസ് മുഴുവൻ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനായി, വിശ്വസമൂഹത്തിന്റെ മോചനത്തിനായി, സ്ത്രീ സമത്വത്തിനായി, സ്ത്രീ സമൂഹത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്കായി ശബ്ദിച്ച, ഗർജിച്ച, പോരാടിയ സഖാവ് VS-ന്റെ ഭൗതിക ശരീരവും പേരിയുള്ള വിലാപയാത്ര ഈ വാഹനത്തിന് പിന്നാലെ കഴക്കൂട്ടത്തിന്റെ മണ്ണിലൂടെ കടന്നു വരികയാണ്. പ്രിയ സഖാക്കളെ, ഒരിക്കലും മറക്കാത്ത, മരിക്കാത്ത, നിലയ്ക്കാത്ത ഒരു മുദ്രാവാക്യം. എങ്ങനെയുണ്ട് കഴക്കൂട്ടം? ഒരുപക്ഷെ കഴക്കൂട്ടത്ത് നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആണെങ്കിൽ MC റോഡ് വഴിയാണ് ആ വിലാപയാത്ര കടന്നു പോയിട്ടുള്ളത്. ഈ കഴക്കൂട്ട നിവാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു പുതിയ അനുഭവമല്ലേ, ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ജനനിബിഡമായി മാറുന്നത്? സഹോദരന്മാരെ, ഒരു രക്ഷയുമില്ല. കാരണം ഇതുവരെ കാണാത്ത കഴക്കൂട്ടം ടൗണിൽ ഇതുവരെ കാണാത്ത ജനസഞ്ചാരം കണ്ടില്ലേ. ഇരുവശത്തും ജനങ്ങളെ കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ MC റോഡ് വഴിയാണ് കൊണ്ടുപോയത്. പക്ഷെ ഇന്ന് ബൈപ്പാസ് വഴി, ഇരുവശം ഒരു രക്ഷയുമില്ല. 3-4 മണി തൊട്ട് തന്നെ ആൾക്കാർ ഇരു സൈഡിൽ നിൽക്കുകയാണ്. കാരണം VS ഒരു ഇതിഹാസ നായകനാണ്. ജനങ്ങളുടെ ഹൃദയം, എല്ലാത്തരം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ VS ജീവിച്ചിരിക്കുന്നുള്ള തെളിവാണ്. മഹാനായ VS-നോടുള്ള ആദരം അർപ്പിക്കാൻ വേണ്ടി ഈ വശത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഇത് ഇതിഹാസ പുരുഷനാണ് VS മരിക്കുന്നില്ല. ജനങ്ങളുടെ ഹൃദയത്തിൽ നൂറ്റാണ്ടുകളോളം അദ്ദേഹം ജീവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാണ് INL നേതാവ് കൂടിയായിട്ടുള്ള മാരിടൈമിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള വെമ്പായൻ നസീർ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാഴ്ച കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം പരിചിതമായ കാഴ്ചയല്ല. ഒരു ദേശീയപാതയും ബൈപ്പാസും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു റോഡ് കൂടി ആയതുകൊണ്ട് തന്നെ ഈ 2 റോഡും ബ്ലോക്ക് ചെയ്താൽ മാത്രമാണ് ഈ വിലാപയാത്രയെ സുഗമമായി കടത്തിവിടാൻ കഴിയുന്നത്. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയാണ്. ജനനിബിഡം ആയ ഈ ഒരു നഗരം, അതായത് നമ്മുടെ കഴക്കൂട്ടം നഗരത്തിൽ മനുഷ്യർ ഏകദേശം 2:30 വരുമെന്ന് അറിയിച്ചിരുന്ന വിലാപയാത്ര ഇപ്പോൾ ഒരുപാട് വൈകി, 5 മണിക്കൂറോളം വൈകി എത്തുമ്പോൾ പോലും റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ കടന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതാണ് കഴക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ VS എന്ന എത്തിയോ
VS എന്ന മനുഷ്യന് ഈ നാട് കൊടുക്കുന്ന ആദരവ്. കണ്ടോ, ദൃശ്യങ്ങൾ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. മറ്റൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. വാഹനങ്ങൾ കടന്നു പോകുന്ന, അതായത് നിരനിരയായി വാഹനങ്ങളും വിലാപയാത്ര കടന്നു വരുന്ന വഴികൾ കടന്നു പോകാൻ പാടുപെടുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കി. ആയിരങ്ങൾ കഴക്കൂട്ടം നഗരഹൃദയത്തിൽ VSനെ കാണാൻ തടിച്ചുകൂടിയായിരുന്നു. നോക്കൂ, എത്ര വാഹനങ്ങളുടെ അകമ്പടിയിലാണ് കടന്നു വരുന്നത്. മുദ്രാവാക്യം വിളികളും ആയിട്ട് ഈ നഗരം ശബ്ദമുഖരിതമാണ്. നഗരം ശബ്ദമുഖരിതമാണ്. ഒരു വിലാപയാത്രയെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ കാണും, പലരും കാത്തു നിൽക്കുന്ന എത്ര അക്ഷമയോടുകൂടിയാണെന്നുള്ള കാഴ്ച നിങ്ങൾ കാണും. വാഹനം അടുത്തേക്ക് വരികയാണ്. അവസാനം നോക്ക്, VSനെ ഒന്ന് കാണാൻ വേണ്ടി ഈ നാട് കൊതിച്ചിരിക്കുന്നു. അവർ കാത്തിരുന്ന മുഹൂർത്തം അത് ആസന്നമായിരിക്കുന്നു. വളരെ ആകാംക്ഷയിലാണ്, കൗതുകത്തിലാണ്. VS എന്ന ആ മനുഷ്യനെ, കാലയവനികയിലേക്ക് മറയുന്ന ആ മനുഷ്യനെ ഒരു നോക്ക് കാണാൻ. ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾക്ക് മുന്നിലോട് സഖാവ് VS അച്യുതാനന്ദന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, സഖാവ് VS അച്യുതാനന്ദനെ എല്ലാവർക്കും കാണുന്നതിനും അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനും ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ ബസ് KSRTCയുടെ ഒരു വലിയ വാഹനമാണ്. ആ വാഹനം കടന്നു വരുന്നത് അറിയിക്കുകയാണ്. സാറിന് രണ്ട് ഭാഗത്തിൽ നിന്ന് മാറുന്നില്ല. എല്ലാവർക്കും കാണാൻ കഴിയുന്ന തരത്തിലാണ് സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. ഒരു ഗ്ലാസുള്ള ബസ്സാണ്. ആ ബസ്സിൽ, ആ ഗ്ലാസുകളിൽ നിങ്ങൾക്ക് VSനെ എവിടെ നിന്ന് കാണാൻ കഴിയും. എവിടെ നിന്ന് സ്വരാജും CN മോഹൻ മുഴുവൻ കഴക്കൂട്ടം നഗര